നമസ്കാരം. ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും നിഗൂഢവും എന്നാൽ നിർണായകവുമായ ബന്ധങ്ങളിൽ ഒന്നാണ് ചൈനയും ഉത്തര കൊറിയയും തമ്മിലുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശൈത്യത്തിലായിരുന്ന ഈ ബന്ധം ഇപ്പോൾ വീണ്ടും ഊഷ്മളമാകുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. കിം ജോങ് ഉന്നിൻ്റെ ബെയ്ജിംഗ് സന്ദർശനവും ചൈനീസ് പ്രീമിയർ ലീ ക്യാങ്ങിൻ്റെ പോങ്യാങ് സന്ദർശനവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നതായാണ് നിരീക്ഷിക്കപ്പെടുന്നത്. യുക്രൈൻ അധിനിവേശത്തിന് ശേഷം ഉത്തര കൊറിയ റഷ്യയുമായി അമിതമായി അടുക്കുന്നത് തടയാനും മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനുമുള്ള ചൈനയുടെ തന്ത്രപരമായ നീക്കമായാണ് ഈ നയതന്ത്ര മാറ്റത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഉപരോധങ്ങളിൽ തളർന്ന തൻ്റെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ കിം ജോങ് ഉൻ ചൈനയുടെ സഹായം തേടുമ്പോൾ മേഖലയിലെ കരുത്തുറ്റ നിയന്ത്രണ ശക്തിയായി മാറാനാണ് ഷീ ജിൻപിങ് ലക്ഷ്യമിടുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് റഷ്യയുമായി സൈനിക സഹകരണം വർദ്ധിപ്പിച്ച ഉത്തര കൊറിയയെ തിരികെ ചൈനയുടെ പാളയത്തിലെത്തിക്കുക എന്നത് ബീജിങ്ങിന് അത്യന്താപേക്ഷിതമാണ്. ഇതിൻ്റെ ഭാഗമായി അതിർത്തികളിൽ വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് ചൈന നടത്തിവരുന്നത്. ഡാൻഡോങ് നഗരത്തിലെ പുതിയ യാലു പാലത്തിൽ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നതും അതിർത്തിയിലെ തുറമുഖങ്ങൾ നവീകരിക്കുന്നതും വ്യാപാരം വൻതോതിൽ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. ഉത്തര കൊറിയയും തങ്ങളുടെ ഭാഗത്ത് കസ്റ്റംസ് ഇമിഗ്രേഷൻ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. 6 വർഷത്തിന് ശേഷം ബെയ്ജിങ്ങും പോങ്യാങ്ങും തമ്മിലുള്ള യാത്രാ ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കുന്നത് ഈ വാണിജ്യ ബന്ധത്തിന് പുതിയ വേഗത നൽകും. ടൂറിസം മേഖല ഇതുവരെ പൂർണ്ണമായും തുറന്നിട്ടില്ല എങ്കിലും കച്ചവടക്കാർക്കും ഉദ്യോഗസ്ഥർക്കും അനുമതി നൽകുന്നത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. സാമ്പത്തിക കണക്കുകൾ പരിശോധിച്ചാൽ ചൈനയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാകും. കഴിഞ്ഞ വർഷം ഉത്തര കൊറിയയിലേക്കുള്ള ചൈനയുടെ കയറ്റുമതി $2.3 ബില്യൺ ഉയർന്നു. ഇത് 6 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും കൃത്രിമ മുടി, കൺപീലി തുടങ്ങിയ അധ്വാനഭാരമുള്ള വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ഉത്തര കൊറിയൻ ജനതയ്ക്ക് തൊഴിലും വരുമാനം ഉറപ്പാക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. കൂടാതെ റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും നിർമ്മാണത്തിന് ആവശ്യമായ തന്ത്രപ്രധാന ലോഹങ്ങളായ മോളിബ്ഡനം, ടങ്സ്റ്റൺ എന്നിവ വടക്കൻ കൊറിയയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ചൈന ശേഖരിക്കുന്നുണ്ട്. വടക്കൻ കൊറിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഉത്തര കൊറിയ തന്നെയാണ്. ഇത് ചൈനയുടെ പ്രതിരോധ സംഭരണശാലകൾ നിറയ്ക്കുന്നതിനുമൊപ്പം ഉത്തര കൊറിയയുടെ ധാതു സമ്പത്ത് ആഗോള വിപണിയിൽ എത്താതിരിക്കാനും സഹായിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുകയും കിം ജോങ് ഉന്നുമായി ചർച്ചകൾക്ക് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചൈനയുടെ ഈ നീക്കങ്ങൾ ഏറെ പ്രസക്തമാണ്. ഉത്തര കൊറിയയുടെ ആണവ നിരായുധീകരണം എന്ന തങ്ങളുടെ പണ്ടേയുള്ള ആവശ്യം ഔദ്യോഗിക രേഖകളിൽ നിന്ന് ചൈന ഒഴിവാക്കിയത് കിമ്മിന് നൽകുന്ന വലിയൊരു രാഷ്ട്രീയ പിന്തുണ കൂടിയാണ്. ഉത്തര കൊറിയയുമായി ബന്ധപ്പെട്ട ഏത് നയതന്ത്ര നീക്കങ്ങളിലും ചൈനയുടെ അനുമതിയില്ലാതെ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. എങ്കിലും കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങളും ഉപരോധങ്ങളോടുമുള്ള ചൈനയുടെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവും കിം ജോങ് ഉന്നിനെ പൂർണ്ണമായും ചൈനയെ വിശ്വസിക്കുന്നതെന്ന് തടയുന്നുണ്ട്. എങ്കിലും ഏറ്റവും മോശം സമയം കഴിഞ്ഞു എന്ന വിശ്വാസം വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ്. ഈ സഖ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ജാഗ്രതയോടെ കാണേണ്ട ഒന്നാണ്. ചൈനയും ഉത്തര കൊറിയയും തമ്മിലുള്ള സഹകരണം വർദ്ധിക്കുന്നത് ഏഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ ചൈനയ്ക്ക് കൂടുതൽ മുൻതൂക്കം നൽകിയേക്കാം. പാകിസ്ഥാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഉത്തര കൊറിയയുടെ മിസൈൽ സാങ്കേതിക വിദ്യകൾ പരോക്ഷമായി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കൂടാതെ ഉത്തര കൊറിയൻ പ്രശ്നത്തിൽ ചൈനയ്ക്കുള്ള സ്വാധീനം വർദ്ധിക്കുന്നത് ആഗോള വേദികളിൽ ചൈനയുടെ വിലപേശൽ ശേഷി കൂട്ടുകയും അത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ താൽപ്പര്യങ്ങളെ ബാധിക്കുകയും ചെയ്തേക്കാം. ഉത്തര കൊറിയ ചൈനയുമായി സഹകരിക്കുന്നത് പശ്ചിമേഷ്യയിലും ഇന്തോ പസഫിക് മേഖലയിലും പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഇത് നേരിടാൻ ഇന്ത്യക്ക് തങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടി വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.